ശബരിമല സ്പെഷ്യൽ വന്ദേ ഭാരത് ഇപ്പോൾ പാലക്കാട് എത്തിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ വന്ദേ ഭാരതിൻ്റെ സ്പെഷ്യൽ സർവീസുകൾ ഉണ്ടാകും. ഗൂഗിൾ നമുക്കൊപ്പം ചേരുന്നു. ഗൂഗിൾ, ചെന്നൈയിൽ നിന്ന് തന്നെ ഫുള്ളാണോ? അതെ, ചെന്നൈയിൽ നിന്നുള്ള വന്ദേ ഭാരതാണ് ഇപ്പോൾ പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് എത്തിയിട്ടുള്ളത്. വെള്ളിയാഴ്ചയും അതോടൊപ്പം തന്നെ ഞായറാഴ്ചയും ദിവസങ്ങളിലായിരിക്കും ഈ സ്പെഷ്യൽ ട്രെയിനിൻ്റെ ഒരു യാത്രയുണ്ടാവുക. ഈ ശബരിമലയിലെ തിരക്ക് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ അത് കുറയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ പുതിയ ട്രെയിൻ കൂടി വരുന്നത്. ഇത് ബുക്കിംഗ് സംവിധാനത്തിലൂടെ തന്നെയാണ് ഈ സ്പെഷ്യൽ ട്രെയിൻ യാത്രയ്ക്ക് ഉള്ള കാര്യങ്ങൾ ചെയ്യുക. ഇത് സാധാരണ കേരളത്തിലോടുന്ന 2 വന്ദേ ഭാരത് ട്രെയിനുകളുണ്ട്. അതിന് പുറമെയാണ് ഈ ശബരിമല സീസൺ കഴിയുന്നത് വരെ തരത്തിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഞായറാഴ്ച ദിവസങ്ങളിലും സ്പെഷ്യൽ ട്രെയിൻ ഒരുങ്ങുന്നത്. ഈ ദിവസങ്ങളുടെ പ്രത്യേകത നമുക്കറിയാം. കാരണം വലിയ രീതിയിൽ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നതാണ്. ശബരിമലയിലടക്കം വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ദിവസങ്ങളാണ്. അതിലാണ് ഈ അയ്യപ്പ ഭക്തന്മാർക്കും കൂടുതലായി ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ അവർക്ക് വളരെ സുഗമമായി യാത്ര ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ രീതിയിലുള്ള ഒരു സംവിധാനം, വന്ദേ ഭാരത് ട്രെയിനുകളുടെ സംവിധാനം ഒരുക്കുന്നത്. അതിൻ്റെ വേണ്ടി തന്നെ നമുക്ക് ഈ ട്രെയിനിൻ്റെ യാത്ര നമുക്കറിയാം ചെന്നൈയിൽ നിന്ന് കോട്ടയത്തേക്കാണ് ഉള്ളത് ഈ സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചിട്ടുള്ളത്. അതേതായാലും അതിൻ്റെ ആദ്യ യാത്രയാണ്. അതിലിപ്പോൾ BJP പ്രവർത്തകരടക്കം ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഇങ്ങനെ ഇവരെ ഈ ട്രെയിനെ സ്വീകരിക്കാനൊക്കെ എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ സ്പെഷ്യൽ ട്രെയിൻ? നല്ലതാണോ? സൗകര്യമാണോ നിങ്ങൾക്ക്? സ്പെഷ്യൽ ട്രെയിൻ സൗകര്യമാണോ? ഇത്തരത്തിൽ തന്നെ നിരവധി വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ളവർ, പുറത്തു നിന്നൊക്കെ ഉള്ളവർ ഈ പറയുന്ന ഈ ട്രെയിൻ വഴി, ഈ ട്രെയിനിലൂടെയുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടി, കാരണം ഇപ്പോൾ അദ്ദേഹം നോർത്തിൽ നിന്നാണ്, അദ്ദേഹം അടക്കമുള്ളവർ ഈ ചെന്നൈയിൽ വരെ എത്തിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യമായി നിലനിൽക്കുന്നത്. ശരി, ഗൂഗിൾ VS ആണ് വിവരങ്ങൾ നൽകിയത്. വന്ദേ ഭാരത് ട്രെയിനാണ് ഇപ്പോൾ, ശബരിമല സ്പെഷ്യൽ വന്ദേ ഭാരതാണ് ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ടത് പാലക്കാട് എത്തിയിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ കൂടി ഈ സർവീസുകൾ തുടരുകയും ചെയ്യും.